അപ്പൊ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട കൊണ്ട് നമ്മളൊരു ബുർജി തയ്യാറാക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതേപോലെ തന്നെ എപ്പോഴും പറയുന്ന കൂട്ടുകാരെ, നിങ്ങളെ സ്നേഹം തരാൻ മറക്കല്ലേ. അപ്പൊ നേരെ നമുക്ക് വീഡിയോട്ടങ്ങ് പോവാം. അപ്പൊ നമ്മൾ അതിനായി എടുത്തിരിക്കുന്നത് 5 മുട്ടയാണ്. ഇത് നമുക്ക് ഒരു ബൗളിനകത്ത് പൊട്ടിച്ചൊന്നൊഴിക്കാം. വാ. അപ്പൊ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്യാം. ആദ്യം ഒരു ചട്ടി, നമ്മൾ ഇരുമ്പ് ചട്ടിയാണ് വെച്ചാൽ ഒന്ന് ചൂടായി വന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇടുന്നത് ചെറിയ ജീരകമാണ്, അത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിടുന്ന കറിവേപ്പിലയാണ്. ഇനി നമ്മൾ കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ ചതച്ചതാണ്, അത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. ഇതിപ്പോ ഒരു 2 സവാള നമ്മൾ എടുത്തായിരുന്നു. ആ 2 സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാണ്, അത് കൂടെ വന്നിട്ട് വഴറ്റാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്ത് നമുക്ക് നടക്കാം. നമ്മൾ കുറച്ചിട്ടാൽ മതി. നേരത്തെ നമ്മൾ മുട്ടയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് കുറച്ച് മാത്രം ഇട്ടാൽ മതി. അപ്പൊ സവാളയൊക്കെ ഒന്ന് വഴന്നു വന്ന് ഈ സമയത്ത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 1.5 തക്കാളിയാണ്, അത് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അടുത്ത പൊടി ഐറ്റമാണ് ഇട്ട് കൊടുക്കാൻ പോണ. 1 സ്പൂണോളം, 1 സ്പൂണല്ല, 1 ടീസ്പൂണോളം നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ ബീറ്റ് വെച്ചിട്ട് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുക. ഉടനെ നമുക്ക് ഇളക്കേണ്ട കാര്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയൊക്കെ ഒന്ന് കട്ടിയാവുന്നവരെ നമുക്കൊന്ന് വെച്ചേക്കാം. ഇപ്പൊ നമുക്ക് അടി കട്ടിയായി കാണും, നമുക്കൊന്ന് ഇളക്കാം. കട്ടിയായിട്ടുണ്ട്, നമുക്കൊരു പീസ് പോലെ ആവണത്. അപ്പൊ നമ്മൾ ഇളക്കിയതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. വേണ്ട, അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇത് പീസാക്കി എടുക്കാം. ഞാൻ ഇച്ചിരി പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. പിള്ളേർക്ക് ഈ പൊടിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത്. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇടാൻ പോകുന്ന കുറച്ച് മല്ലിച്ചപ്പാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് ബുർജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾ ഇതേപോലുള്ള അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കൂട്ടുകാരെ.